ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു മീ വെൻ ഇൻവെസ്റ്റിംഗ് ഈസ്, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഓപ്ഷൻ, നോട്ട് ലൂസിങ് എനി ഓഫ് ദ മണി ഐ പുട്ട് ഇൻ ഈവൻ ഇഫ് ഇറ്റ് മീൻസ് മൈ മണി വോണ്ട് ഗ്രോ ആസ് മച്ച് ഇൻ ദ ലോങ് റൺ. അതായത് എൻ്റെ കാശ് വളർന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ ഇട്ട പൈസ നഷ്ടപ്പെടാൻ പാടില്ല. രണ്ടാമത്തെ ഓപ്ഷൻ, ഓൾമോസ്റ്റ് സെർട്ടൻലി എൻഡിങ് അപ്പ് വിത്ത് മോർ ദാൻ ഐ പുട്ട് ഇൻ. കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ ഇട്ടതിനേക്കാളും കൂടുതൽ പൈസ എനിക്ക് തിരിച്ചു കിട്ടും. അതാണ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സി, വലിയ അപ്സും വലിയ ഡൗൺസും ഒക്കെ പോവും, പക്ഷേ വലിയൊരു ലോങ് ടേമിലേക്ക് നല്ല റിട്ടേൺസ് ഉണ്ടായിരിക്കും. ഇതിലേത് ഓപ്ഷൻ എടുക്കുമെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഓപ്ഷൻ നോക്കാം. അപ്പോൾ നമുക്ക് സി ഓപ്ഷൻ എടുത്തിട്ട് മുമ്പോട്ട് പോകാം. ഒരുപാട് ആളുകൾ പറയാറുണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഷെയർസിലാണോ, FDയിലാണോ ഇടേണ്ടത്, അല്ലെങ്കിൽ ഗോൾഡിലാണോ ഇടേണ്ടത്, ബോണ്ടിലാണോ ഇടേണ്ടത്, എവിടെയാണ് ഇടേണ്ടത് എന്ന് നമുക്ക് ഒത്തിരി പേർക്ക് അറിയില്ല. നമുക്ക് എല്ലാവർക്കും കണ്ടുപിടിക്കാം നമ്മൾ ഓരോരുത്തരും എത്ര പെർസെൻറ്റേജ് ഷെയർസ് വാങ്ങിക്കണം, എത്ര പെർസെൻറ്റേജ് നമ്മൾ FD ആയിട്ട് നമ്മുടെ ബാങ്കിൽ തന്നെ സൂക്ഷിക്കണം, അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. 7 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് റിസ്ക് എടുക്കുന്ന ഒരാളുടെ പെർസ്പെക്റ്റീവിൽ നോക്കാം, നമുക്ക് ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളുടെ പെർസ്പെക്റ്റീവ് നോക്കാം, എന്നിട്ട് അവരൊക്കെ എത്ര പെർസെൻറ്റേജ് ആണ് അവരുടെ ഇൻവെസ്റ്റിംഗ് ഓരോ സ്ഥലത്തായിട്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ ആം ഇൻവെസ്റ്റിംഗ് ഓപ്ഷൻ എ ടു ഗ്രോ മൈ മണി ജനറലി ഓവർ ടൈം, ബി വിത്ത് എ സ്പെസിഫിക് ലോങ് ടേം ഗോൾ ഇൻ മൈൻഡ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ എടുക്കാതെ ലോങ് ടേമിൽ നമ്മുടെ വെൽത്ത് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ എ വെച്ച് കണ്ടിന്യൂ ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ വാണ്ട് ടു യൂസ് ദി മണി ഐ ആം ഇൻവെസ്റ്റിംഗ് ഇൻ ദ നെക്സ്റ്റ്. അതായത് നമ്മൾ ക്വിക്കായിട്ടുള്ള ഇൻവെസ്റ്റിംഗ് അല്ല നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ലോങ് ടേമിലേക്കാണ്. അതുകൊണ്ട് 10 years ഓർ മോർ നമുക്ക് കൊടുത്ത് മുമ്പോട്ട് പോകാം. ഇനി അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാഡ് $100,000 ഇൻവെസ്റ്റഡ് ആൻഡ് ഐ എക്സ്പീരിയൻസ്ഡ് എ ലോസ് ഡ്യൂറിങ് എ ഇയർ, I would start feeling really uncomfortable when my balance fell to. അതായത് ഞാൻ $100,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് എത്ര രൂപയ്ക്ക് താഴോട്ട് പോയാലാണ് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ $99,000, പിന്നെ $90,000, $80,000, $60,000. നമ്മൾ ഹൈലി റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് $60,000 വെച്ചിട്ട് മുമ്പോട്ട് പോകാം. ഇനി 5ാമത്തത്, കറൻ്റ്ലി ഐ ഹാവ് ക്ലോസ് ടു ദിസ് എമൗണ്ട് ഓഫ് ഡെറ്റ്. എനിക്ക് എന്തോരം കടമുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, ഞാൻ ഒരു വർഷം ഉണ്ടാക്കുന്ന പൈസയേക്കാളും കൂടുതൽ എനിക്ക് കടമുണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, ഞാൻ ഒരു വർഷം ഉണ്ടാക്കുന്ന പൈസയുടെ അത്രയും കടം എനിക്കില്ല. മൂന്നാമത്തെ ഓപ്ഷൻ, എനിക്ക് വലിയ കടമൊന്നുമില്ല. നമുക്ക് വലിയൊരു കടമൊന്നും ഇല്ല എന്നുള്ളൊരു ഓപ്ഷൻ എടുത്ത് മുമ്പോട്ട് പോകാം. നമുക്ക് മറ്റ് ഓപ്ഷൻസ് ഒക്കെ ട്രൈ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ വെർ ടു ലൂസ് മൈ ഡേ ടു ഡേ ഇൻകം ഐ ഹാവ്, അതായത് എൻ്റെ ദിവസ വരുമാനം അല്ലെങ്കിൽ എൻ്റെ സാലറി എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് എന്ത് ബാക്കപ്പാണ് ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, കുറച്ച് സേവിങ്സ് ഉണ്ട്, ഇൻഷുറൻസും ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ, സേവിങ്സും ഉണ്ട്, ഇൻഷുറൻസും ഉണ്ട്, അത്യാവശ്യം കുറച്ച് നാളത്തേക്ക് കവർ ചെയ്യാനുള്ള സേവിങ്സും ഇൻഷുറൻസും ഉണ്ടെന്നാണ് ഓപ്ഷൻ ബി. ഇനി ഓപ്ഷൻ സി, നോ സിഗ്നിഫിക്കൻറ്റ് സേവിങ്സ് ഓർ ഇൻഷുറൻസ്. ഇൻഷുറൻസും ഇല്ല, സേവിങ്സും ഇല്ല. നമുക്ക് ബി ചൂസ് ചെയ്ത് മുമ്പോട്ട് പോകാം. അത്യാവശ്യം സേവിങ്സും അത്യാവശ്യം ഇൻഷുറൻസും ഉണ്ട് എന്ന് നമുക്ക് അസ്യൂം ചെയ്ത് നമുക്ക് പോകാം. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈനൽ ക്വസ്റ്റ്യൻ, ഐ സീ ദ സെക്യൂരിറ്റി ഓഫ് മൈ ഫൈനാൻസസ്, ജോബ് ഓർ ബിസിനസ് ഓവർ ദ നെക്സ്റ്റ് 5 years as. അതായത് എൻ്റെ ഫിനാൻസസിൻ്റെയും എൻ്റെ ജോലിയുടെയും അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെയും ഒക്കെ സെക്യൂരിറ്റി ഞാൻ എത്ര റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വെരി ഗുഡ്, സാറ്റിസ്ഫാക്ടറി ഓർ നോട്ട് ഗുഡ്. നമുക്ക് സാറ്റിസ്ഫാക്ടറി ഇട്ടിട്ട് മുമ്പോട്ട് പോകാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് സൗണ്ട്സ് ലൈക്ക് യു ആർ ആൻ അഗ്രസീവ് ഇൻവെസ്റ്റർ. ഒരു അഗ്രസീവ് ഇൻവെസ്റ്റർ എന്താണ് ചെയ്യേണ്ടത്? ക്യാൻ അച്ചീവ് ഹയർ റിട്ടേൺസ് ഓവർ ദ ലോങ് ടേം. ഒരുപാട് ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ അവർക്ക് കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ പറ്റും. ഈ രണ്ടാമത്തത് എന്താണ്? ഡു നോട്ട് നീഡ് റെഗുലർ ഇൻകം ഫ്രം യുവർ ഇൻവെസ്റ്റ്മെന്റ് ടു ലീവ് ഓൺ. നമുക്ക് മുമ്പോട്ട് ജീവിച്ചു പോകാനായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഇൻകം ഒന്നും കിട്ടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അടുത്തത്, അക്സെപ്റ്റ് എക്സ്ട്രീം അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. പോർട്ട്ഫോളിയോ ഒരുപാട് മുകളിലോട്ടോ ഒരുപാട് താഴോട്ടൊക്കെ പോയാലും നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു അഗ്രസീവ് ഇൻവെസ്റ്ററിന്റെ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 13 years അതിന് മുകളിലോ ആണ്. റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 8.3% ആണ് പറയുന്നത്. അവിടെ ഒരു റേഞ്ചും കൊടുത്തിട്ടുണ്ട്. ഈ ചാൻസസ് ഓഫ് ലോസ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര വർഷം ലോസിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് നെഗറ്റീവ് റിട്ടേൺ 1 year in 5. ഓരോ 5.1 ഇയറിലും 1 year നമ്മൾ ലോസിൽ നിൽക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ്. ഇതൊക്കെ എസ്റ്റിമേറ്റ്സ് ആണ്. ഇനി നമുക്ക് നോക്കാം ഒരു അഗ്രസീവ് ഇൻവെസ്റ്റർ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര പെർസെൻറ്റേജ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നോക്കാം. ഇതാണ് ഒരു അഗ്രസീവ് ഇൻവെസ്റ്റർ. 95% ഇൻവെസ്റ്റഡ് ഇൻ ഗ്രോത്ത് അസറ്റ്സ്. അതായത് 87% ഷെയർസിലും, 8% പ്രോപ്പർട്ടിയിലും, 5% ബോൺസിലും, 0% ക്യാഷിലും എന്നാണ് പറയുന്നത്. നമ്മുടെ FD പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെയൊക്കെ നമുക്ക് ക്യാഷ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നമുക്ക് റിസൾട്ട് കിട്ടിയത്. നമുക്കിനി വേറൊരു സെനാരിയോ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ കൊടുത്തത് ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ കൊടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആയിരുന്നു. കുറച്ച് ലോങ് റണ്ണിലേക്ക് ഹൈ റിട്ടേൺസ് കിട്ടണം, അപ്സും ഡൗൺസും ഒക്കെ വന്നാലും കുഴപ്പമില്ല എന്നായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. നമുക്കിതിനകത്ത് ഒട്ടും റിസ്ക് എടുക്കാൻ പറ്റാത്ത ഒരാളുടെ ഓപ്ഷൻ നോക്കാം. നോട്ട് ലൂസിങ് എനി മണി ഐ പുട്ട് ഇൻ. ഞാൻ ഇട്ടിരിക്കുന്ന പൈസ ഒന്നും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ പറ്റി നമുക്ക് നോക്കാം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ. ഇനി രണ്ടാമത്തത്, ഐ എം ഇൻവെസ്റ്റിംഗ് ടു ഗ്രോ മൈ മണി ജനറലി ഓവർ ടൈം.
അതിന് വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു 4 to 9 years കൊടുക്കാം. ഇനി ഞാൻ ഇട്ടിരിക്കുന്ന പൈസ ഞാൻ നേരത്തെ കൊടുത്തത് 60,000 താഴെ പോയാൽ പോലും എനിക്ക് പ്രശ്നമില്ല എന്നാണ്, നമുക്കത് കൺസിഡർ ചെയ്യേണ്ട. നമുക്കൊരു 90,000 പിടിക്കാം. 90,000 താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ അൺകംഫർട്ടബിൾ ആവും എന്ന് കൊടുക്കാം നമുക്ക്. ഇനി എനിക്ക് എത്ര കടമുണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതിനകത്ത് ഏകദേശം 1 വർഷം ഉണ്ടാക്കുന്ന പൈസയുടെ അത്രയും കടം എനിക്ക് ടോട്ടൽ ഉണ്ട് എന്ന് നമുക്ക് കൊടുത്ത് മുമ്പോട്ട് പോകാം. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത്, എൻ്റെ ഇൻകം നഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് ചെറിയ സേവിങ്സും ചെറിയൊരു ഇൻഷുറൻസും മാത്രമേ ഉള്ളൂ, ഒരുപാട് മാസങ്ങളൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ കൊടുക്കുന്നു, ഓപ്ഷൻ എ. ഇനി സെക്യൂരിറ്റി ഓഫ് ഫൈനാൻസ്, ജോബ്, ബിസിനസ്, അത് നമുക്ക് സാറ്റിസ്ഫാക്ടറി തന്നെ കൊടുക്കാം. അത് വെരി ഗുഡ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സൗണ്ട്സ് ലൈക്ക് യു ആർ എ ഡിഫെൻസീവ് ഇൻവെസ്റ്റർ. അതൊരു ഡിഫെൻസീവ് ഇൻവെസ്റ്റർ എന്നാണ് പറയുന്നത്. ലോങ് ടേമിൽ നമുക്ക് അത്യാവശ്യം റിട്ടേൺസ് കിട്ടുന്ന ആളുകൾ തന്നെയാണ് ഈ ഡിഫെൻസീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൽ നിന്ന് നമുക്ക് ചെറിയ ഇൻകം ഒക്കെ, ഇപ്പോൾ നമ്മൾ FD ഒക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടില്ലേ. അപ്പോൾ അതേപോലത്തെ ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ നമ്മുടെ ഇൻകത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ആളുകളാണ്. ഞാൻ ആദ്യം പറഞ്ഞ അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് അങ്ങനല്ല. അവർ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് കുറേ വർഷത്തേക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ഡിഫെൻസീവ് അങ്ങനെയല്ല. പിന്നെ അടുത്തത്, പ്രൊട്ടക്ട് യുവർ മണി ഫ്രം ലോസസ് ആൻഡ് മിനിമൈസ് അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ വാല്യൂ. അതായത് നമ്മുടെ ലോസിൽ നിന്നും പണത്തിനെ എന്തായാലും രക്ഷിക്കണം. ഒരു തരത്തിലും ഇട്ട പൈസ നഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ അപ്സ് ആൻഡ് ഡൗൺസും ഒരു മിനിമൈസ് ചെയ്തൊരു ചെറിയൊരു അപ്സ് ആൻഡ് ഡൗൺസ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 2 to 3 വർഷം വരെ റിട്ടേൺസ് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് 3.1% ആണ്. ചാൻസസ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ 10.8 years എടുക്കുമ്പോൾ 1 year ആണ് ലോസ് വരാനുള്ള ചാൻസസ്. അപ്പം ഇവരെങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? 5% ആണ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ക്യാഷിൽ 50%, ബോൺസിൽ 45%. ഞാൻ ഇട്ടിരിക്കുന്ന പൈസ ഒന്നും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് കരുതുന്ന ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഉത്തരം കിട്ടിയല്ലോ. വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന പൈസ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് 100% പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്തത്. നമുക്ക് ഒന്നുകൂടെ ട്വീക്ക് ചെയ്ത് വേറെ 2-3 ഓപ്ഷൻസ് കൂടെ ഒന്ന് നോക്കാം. നമുക്ക് ഒന്നുകൂടെ തുടങ്ങി നോക്കാം. ഞാൻ വീണ്ടും കൊടുക്കുവാണ്, എനിക്ക് ഇട്ട പൈസ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല എന്ന്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ടു ഗ്രോ മൈ മണി ജനറലി ഓവർ ടൈം. അത് തന്നെ, അതിന് മാറ്റമൊന്നുമില്ല. ഞാൻ നേരത്തെ കൊടുത്ത് 4 to 9 years ആയിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ 10 years or more എന്ന് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ $100,000 ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 90,000 താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അൺകംഫർട്ടബിൾ ആവുന്നതിന് ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. എത്ര ഡെറ്റ് ഉണ്ട്, എത്ര കടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 വർഷം ഞാൻ ഏൺ ചെയ്യുന്നതിലും കൂടുതലുണ്ട് എന്ന് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. ഇന്നത്തെ ജോലി എനിക്ക് നഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു സേവിങ്സും ഇല്ല, ഒരു ഇൻഷുറൻസും ഇല്ല നമുക്ക് കൊടുക്കാം. പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ജോലി അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എത്ര നാൾ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോട്ട് ഗുഡ്. അതും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് സൗണ്ട്സ് ലൈക്ക് യു ആർ എ കൺസർവേറ്റീവ് ഇൻവെസ്റ്റർ. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. മാത്രമല്ല, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇൻകവും വരാത്ത ആളുകളല്ല. നമുക്ക് അതിൽ നിന്ന് റെഗുലർ ഇൻകം വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ വളരെ മിനിമൈസ്ഡ് ആയിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് മാത്രമേ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ 4 to 5 years ആണ്. റിട്ടേൺസ് 4.5% ആണ്. 1 in 8 years ആണ് ചാൻസസ് ഓഫ് ലോസ്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് 20% ഷെയർസ്, 5% പ്രോപ്പർട്ടി, 63% ബോണ്ട്, 12% ക്യാഷ്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഡിഫെൻസീവും കൺസർവേറ്റീവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഡിഫെൻസീവിനകത്ത് 5% ആണ് ഷെയർസിലിടാൻ പറഞ്ഞത്. കൺസർവേറ്റീവിനകത്ത് 20% ആണ് ഷെയർസിലിടാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ഇത്ര വ്യത്യാസം വന്നത് എന്ന് മനസ്സിലായവർ ഞാനുമായിട്ട് അത് ഷെയർ ചെയ്യൂ. ആർക്കൊക്കെ അത് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീണ്ടും ഒന്നുകൂടെ ട്വീക്ക് ചെയ്തൊന്ന് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, നമുക്ക് ഞാൻ ഇട്ട പൈസ ഒന്നും എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് തന്നെ കൊടുക്കാം. അതിനുശേഷം ടു ഗ്രോ മൈ മണി, അതിനുശേഷം 10 years or more. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന പൈസ $100,000 $99,000 താഴെ പോകുന്ന പോലെ എനിക്ക് താല്പര്യമില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ കൊടുക്കാം. ഇനി എന്തോരം കടം എനിക്കുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 വർഷത്തിന് മുകളിൽ എനിക്ക് കടവുണ്ട്. എൻ്റെ ഇന്നത്തെ ഇൻകം ഒക്കെ എനിക്ക് നഷ്ടപ്പെടുവാണെങ്കിൽ എനിക്ക് എന്തോരം സേവിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവിങ്സും ഇല്ല, ഇൻഷുറൻസും ഇല്ല എന്ന് നമുക്ക് കൊടുക്കാം. എൻ്റെ ജോബ് അല്ലെങ്കിൽ എൻ്റെ ഫൈനാൻസസ് അല്ലെങ്കിൽ ബിസിനസ് വളരെ മോശമാണ്, നോട്ട് ഗുഡ് എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റർ പ്രൊഫൈൽ വീണ്ടും എന്താണ്? ഡിഫെൻസീവ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2 to 3 years നമുക്ക് പ്രതീക്ഷിക്കാം. 3.1% റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ചാൻസസ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ 1 year in 10.8 years. ഇത് പഴയ പോലെ തന്നെ ഷെയർസ് 5% ആയി, 0% പ്രോപ്പർട്ടി, 45% ബോണ്ട്, 50% ക്യാഷ്. അപ്പോൾ നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നവർ, ഡിഫെൻസീവും കൺസർവേറ്റീവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാതിരുന്നവർ ഇപ്പോൾ ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഇത്ര നേരം എന്തൊക്കെ നോക്കി? കൺസർവേറ്റീവ് നോക്കി, ഡിഫെൻസീവ് നോക്കി, അഗ്രസീവ് നോക്കി. ഇനി വേറൊരു ടൈപ്പ് ഇൻവെസ്റ്റർ ഉണ്ട്, അതിൻ്റെ പേരാണ് ഗ്രോത്ത് ഇൻവെസ്റ്റർ. ഗ്രോത്ത് ഇൻവെസ്റ്റർ എന്താണ്? അവരും ലോങ് ടേമിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഹൈ ഗ്രോത്ത് കിട്ടും. അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്നും വളരെ മിനിമൽ ഇൻകം മാത്രം അവർക്ക് കിട്ടിയാൽ മതി. അഗ്രസീവ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇൻകം തന്നെ വേണ്ട. ഈ ഗ്രോത്ത് ഇൻവെസ്റ്റേഴ്സിന് വളരെ ചെറിയ ഇൻകം കിട്ടിയാൽ പോസിബിൾ, നല്ലതാണത്.
പിന്നെ അത് മാത്രമല്ല അക്സെപ്റ്റ് സിഗ്നിഫിക്കൻറ്റ് അപ്സ് ആൻഡ് ഡൗൺസ്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലോട്ടും താഴോട്ടും പോകുന്നതൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് 9 to 12 years എങ്കിലും അവർക്ക് ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈം ഫ്രെയിം അവർക്ക് വേണം. 7.1% റിട്ടേൺസ് അവർ പ്രതീക്ഷിക്കാം. ഓരോ 5.9 yearsലും 1 year എങ്കിലും അവർക്ക് ചാൻസസ് ഓഫ് ലോസ് ഉണ്ട്. അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 68% വരെ അവർക്ക് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 7% പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 20% ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 5% മാത്രം അവർ ക്യാഷിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അഗ്രസീവ് നോക്കി, കൺസർവേറ്റീവ് നോക്കി, ഡിഫെൻസീവ് നോക്കി, ഗ്രോത്ത് നോക്കി. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അതാണ് ബാലൻസ്ഡ്. ഇനി ബാലൻസ്ഡ് ഇൻവെസ്റ്റർ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. അവരും അതേപോലെ തന്നെ ലോങ് ടേമിൽ അത്യാവശ്യം നല്ല റിട്ടേൺസ് ഉണ്ടാക്കും. നീഡ് മിനിമൽ ഇൻകം ഫ്രം യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, വളരെ മിനിമൽ ഇൻകം മാത്രം അവർക്ക് കിട്ടിയാൽ മതി അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന്. ടോളറേറ്റ് സം അപ്സ് ആൻഡ് ഡൗൺസ്, അത്യാവശ്യം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും അല്ല, ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. 6 to 8 years ആണ് അവരുടെ ടൈം ഫ്രെയിം. റിട്ടേൺസ് 5.9% ആണ്. ചാൻസസ് ഓഫ് ലോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് റിട്ടേൺസ് 1 in 7.4 years ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? 44% ഷെയർസ്, 6% പ്രോപ്പർട്ടി, 43% ബോണ്ട് ആൻഡ് 7% ക്യാഷ്. ഞാനിപ്പോൾ റെഫർ ചെയ്തത് ഞാനിപ്പോൾ നിൽക്കുന്ന രാജ്യത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഇതുപോലത്തെ നമ്മുടെ ഇൻവെസ്റ്റർ പ്രൊഫൈൽ കണ്ടുപിടിക്കുന്ന ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. ടു ചെക്ക് മൈ ഇൻവെസ്റ്റർ പ്രൊഫൈൽ എന്ന് ചുമ്മാ ഒന്ന് ഗൂഗിൾ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇൻവെസ്റ്റർ പ്രൊഫൈൽസ് കിട്ടും. ഈ പറയുന്നതൊന്നും അതേപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്നല്ല പറയുന്നത്, പക്ഷേ നമുക്കൊരു അത്യാവശ്യം റെഫറൻസ് നമുക്ക് കിട്ടും. ആദ്യം നിങ്ങൾ ഈ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു നോക്കുക. നിങ്ങൾ നോക്കുന്ന വെബ്സൈറ്റിൽ 7 ചോദ്യം ആയിരിക്കില്ല, ചിലപ്പോൾ 10 ചോദ്യം ആയിരിക്കും. അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾ പറയുക. അത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഏത് ടൈപ്പ് ഇൻവെസ്റ്ററാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡിഫറൻ്റ് ആയിരിക്കും, നിങ്ങളുടെ സൈക്കോളജി ഡിഫറൻ്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ലോസ് പോലും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരുമായിരിക്കും, നിങ്ങൾ കംഫർട്ടബിൾ ആവുമായിരിക്കും, നിങ്ങൾക്കത് സെല്ല് ചെയ്ത് ഒഴിവാക്കി സമാധാനമായിട്ടിരിക്കാൻ നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഹൈ റിസ്കിലേക്ക് പോകരുത്. നിങ്ങളെ തന്നെ ആദ്യം നിങ്ങൾക്കൊന്ന് അസസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻവെസ്റ്റ് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ അടുത്ത് പൈസ കൊടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരിതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമേ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അവർ സജസ്റ്റ് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യുന്നവരെ പറ്റിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും നിങ്ങളുടെ സൈക്കോളജി എങ്ങനെയാണ്, നിങ്ങളുടെ മണി മൈൻഡ് സെറ്റ് എങ്ങനെയാണ്. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണ്, നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് എന്ന് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. അതും കൂടെ കണ്ടിട്ട് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കുക.